മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. എന്നെ കമത്തിക്കിടത്തി വേദനയ്ക്ക് ഒരു മരുന്ന് പോലും തരാതെ സൂചിയെടുത്ത് നട്ടലിനകത്തേക്ക് തുളച്ച് കയറ്റി. അങ്ങനെ കമന്ന് കിടന്ന് ഞാൻ അലറി വിളിച്ച് കരയുകയാണ്. ആരാധനയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഈശോയോട് ചോദിച്ചു ഞാൻ, ഒരു ദിവസം ഈശോയെ, ഞാൻ മരിച്ചു പോകുന്നതിന് മുന്നേ ഒരു ദിവസം എങ്കിലും എനിക്ക് ഒരു വേദനയില്ലാതെ ഉറങ്ങാൻ ഒരു ദിവസം എനിക്ക് തരാമോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അത് അത് മനസ്സിൽ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു വന്ന ആരാധനയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ക്രിസ്തു എല്ലാ ദിവസവും നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ നഴ്സസ് ടൈമിലൂടെ അമേരിക്കയിലുള്ള ഷാനിറ്റ് സുമേഷിന് കർത്താവ് നൽകിയ രോഗസൗഖ്യത്തെക്കുറിച്ച് നാം അറിയുകയായിരുന്നു. ഇന്ന് നമുക്ക് തൻ്റെ കാലുകൾക്ക് ബലമേകിയ, തന്നെ കൈപിടിച്ചുയർത്തിയ കർത്താവിന് വേണ്ടിയുള്ള ഇന്നത്തെ ഷാനിറ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. തപസ് ധ്യാനം കഴിഞ്ഞ് വേറൊരു വ്യക്തിയായിട്ടാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ഒരുപാട് നാൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ഒരുപാട് നാളല്ല, ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത തരത്തിലുള്ള സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ നിറച്ചു. അതുപോലെ തന്നെ ഒരു വേദനയും ഒരു ദിവസം ചോദിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരിക്കൽ പോലും വേദനയുടെ ഗുളിക എടുക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഒരുപാട് സന്തോഷവും പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹവും ബൈബിൾ അറിയാനുള്ള ആഗ്രഹവും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യവും അതും എൻ്റെ ഉള്ളിൽ ദൈവം നിറച്ചു തന്നു. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഒരുപാട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോയോട് ഒരു ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. അതിനവസാനം ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും വേദനകൾ എനിക്ക് തന്നേ? ഒരു നിമിഷം കൊണ്ട് നിനക്ക് തൊട്ടെന്നെ സുഖപ്പെടുത്താൻ കഴിയുമായിരുന്നു, എങ്കിലും ഇത്രയും വേദനകൾ എനിക്ക് എന്തിനാണ് തന്നതെന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായമായിരുന്നു. ഈ അധ്യായം വായിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അതിലെഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും അതുപോലെ എഴുതി വച്ചിരിക്കുന്നതായാണ്. അതിലേറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്ത വചനങ്ങൾ 19-ാം വചനം തുടങ്ങി 27-ാം വചനം വരെയുള്ള വാക്കുകളാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. ഈ വചനങ്ങൾ വായിച്ച് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു പോയ സകല സഹനങ്ങളും വേദനകളും വഴി എനിക്ക് വരാനിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ഈശോ എന്നെ ഒരുക്കുകയായിരുന്നു. ധ്യാനം കഴിഞ്ഞ് എനിക്കുണ്ടായ മാറ്റങ്ങൾ എൻ്റെ ഭർത്താവിനോ വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാരണം എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും അവരുടെ മുന്നിൽ ഞാൻ വർഷങ്ങളായിട്ട് വലിയൊരു രോഗിയായിരുന്നു. എൻ്റെ ഡോക്ടേഴ്സിനടക്കം ഞാൻ ഡിസബിലിറ്റിയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കപ്പെട്ടൊരു രോഗിയായിരുന്നു. അതുപോലെയുള്ള ഞാൻ തിരിച്ചു വരുമ്പോൾ ഓടി നടന്ന് വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നു, ആരുടെയും സഹായം കൂടാതെ സ്വയമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ പിറ്റേന്ന് തന്നെ എൻ്റെ സുഹൃത്ത് സജിന ചേച്ചിയും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഞാൻ ജിമ്മിൽ പോയി. എനിക്ക് കിട്ടിയ ഹീലിംഗ് ടെസ്റ്റ് ചെയ്യാൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ടെസ്റ്റ് ചെയ്യാനല്ല, എനിക്കത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു എനിക്ക് ഹീലിംഗ് കിട്ടിയെന്നുള്ളത്. കാരണം ആരും എന്നെ വിശ്വസിക്കുന്നില്ലായിരുന്നു.
അന്ന് ഞാൻ ജിമ്മിൽ പോയി ഏകദേശം 1 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്തു, അരമണിക്കൂറോളം ട്രെഡ്മില്ലിൽ വാക്ക് ചെയ്തു, കാലിൻ്റെ എക്സസൈസസ് എല്ലാം മാറ്റി ചെയ്തു. എങ്കിലും ഒരു വേദനയോ ഒരു വീക്ക്നെസ്സോ ഒന്നും എന്നെ എഫക്റ്റ് ചെയ്തില്ല. അതിനുശേഷം വീട്ടിൽ വന്ന് ഏകദേശം ഒരാഴ്ചയോളം എടുത്തു എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് കിട്ടിയ ഹീലിംഗ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫിസിക്കൽ തെറപ്പിസ്റ്റിനെ കാണാൻ പോയി. അന്ന് വരെ എൻ്റെ മസിൽസ് എല്ലാം ടയർഡപ്പായി കിടന്നിരുന്ന് എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതും സെയിം കാര്യമാണ്. ഇത്രയും 36 ആഴ്ചയായിട്ടും ഷാനറ്റിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് ഇന്ന് വരെ ഷാനറ്റിൻ്റെ ശരീരത്തിലെ മസിൽസ് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അതോടുകൂടി കുറച്ച് നാളിനകം തന്നെ ഞാൻ ഫിസിക്കൽ തെറാപ്പിയിൽ നിന്നും ഡിസ്ചാർജ് മേടിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ എൻ്റെ യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നെന്ന്. ഈ ധ്യാനത്തിന് ശേഷം തന്നെ വീട്ടിൽ വന്ന് ബ്ലാഡർ കൺട്രോളിന് വേണ്ടി ഞാൻ കഴിച്ചിരുന്ന സകല മെഡിക്കേഷൻസും നിർത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ കഴിച്ചിരുന്ന മരുന്നുകൾ 75% പൂർണ്ണമായി നിർത്താനും ബാക്കിയുള്ള മരുന്നുകൾ ഡോക്ടേഴ്സ് ഓരോന്നോരോന്നായി കുറച്ച് വരുവാനും ഡോസേജസ് കുറച്ച് വരുവാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ ബ്ലാഡറിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെ എൻ്റെ വലത്തെ കിഡ്നിയിൽ നിറച്ച് വെള്ളം നിറഞ്ഞിട്ട് സിവിയർ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഈ ധ്യാനത്തിന് ശേഷം ചെയ്ത അൾട്രാസൗണ്ടിൽ എൻ്റെ കിഡ്നിയിൽ നിന്നും ആ വാട്ടർ പൂർണ്ണമായും ഇറങ്ങി സിവിയർ ആയിട്ടിരുന്നത് വളരെ മൈൽഡായിട്ടുള്ളൊരു എമൗണ്ടിലോട്ട് ചുരുങ്ങുവാനായിട്ട് എൻ്റെ ഈശോ എനിക്ക് അനുഗ്രഹം നൽകി. അതുപോലെ തന്നെ മനുഷ്യനാൽ അസാധ്യമായ പല കാര്യങ്ങളും സാധ്യമാക്കുന്ന എൻ്റെ ഈശോയെ എൻ്റെ ഈ ശരീരത്തിലെ സൗഖ്യം വഴി കണ്ടെത്തുവാനായിട്ട് എനിക്കും എൻ്റെ ചുറ്റിലുമുണ്ടായിരുന്ന പലർക്കും സാധിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഞാൻ ഫാദർ ജോസഫ് കണ്ടത്തിപ്പറമ്പിലെ ഗുഡ് ന്യൂസ് റിട്രീറ്റ് സെൻറ്റർ പാമ്പാടിയുടെ ഡയറക്ടറാണ്. ഞാൻ 2022 ഓഗസ്റ്റ് മാസം അവസാനം ഹൂസ്റ്റണിലെ തപസ് ധ്യാനം നടത്തിയപ്പോൾ വളരെ അവശ നിലയിലാണ് ഷാനറ്റ് തപസ് ധ്യാനത്തിലേക്ക് വന്നത്. ദൈവം മകളുടെ ജീവിതത്തിലെ അത്ഭുതകരമായിട്ട് ഇടപെട്ടത് ഷാനറ്റ് തന്നെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് പങ്കുവച്ചു. തപസ്സിന് ശേഷവും ഞങ്ങൾ ഒന്നിച്ച് വിശുദ്ധ നാട്ടിൽ പോയി. വീൽ ചെയറിൽ വന്നയാൾ ഓടി നടന്ന് ഈശോയുടെ ആ സൗഖ്യദായകമായ സ്പർശനം അനേകരെ അറിയിച്ചു. ഈ പ്രാവശ്യവും 2023 ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വീക്കെൻഡിലെ ഡാളസിലെ തപസ്സിൽ വന്ന് തനിക്ക് കിട്ടിയ ദൈവാനുഭവമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. നമുക്ക് ഈ ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കാൻ, നമ്മുടെ ജഡത്തിൻ്റെ മേൽ വിജയം വരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ത്യാഗം സഹിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അനേകരെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഷാനറ്റിൻ്റെ ജീവിതത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടത്. ആ ദൈവമഹത്വത്തിന് നമുക്ക് നന്ദി പറയാം. ഷാനറ്റിനെ, ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകായിരങ്ങൾക്ക് വലിയ ഈശോയുടെ നല്ല സാക്ഷിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധ്യാനത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലുവാനും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഉറങ്ങുന്നതിന് മുൻപ് കൊന്ത ചൊല്ലുവാനുള്ള ഒരു അനുഗ്രഹവും, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈശോയോട് തനിച്ചിരുന്ന് വചനങ്ങളിലൂടെ പ്രാർത്ഥിക്കാനും എൻ്റെ ഈശോയോട് എനിക്ക് തനിച്ചിരുന്ന് സംസാരിക്കാനും ഒരുപാട് നേരം ഇരിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഒക്ടോബർ മാസത്തിൽ പെട്ടെന്ന് തപസ് ധ്യാനത്തിൽ ഒരുപാട് പേര് ചേർന്നിട്ട് ഒരു 49ഓളം ആളുകൾ ചേർന്നിട്ട് വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിനെ പറ്റി കേൾക്കാനിടയായി. അതിൽ പെട്ടെന്ന് ഒരാൾ യാദൃശ്ചികമായിട്ട് ക്യാൻസലാകുകയും എനിക്ക് അവരുടെ കൂടെ വിശുദ്ധ നാട് കാണുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ആ കൂടെ ഒക്ടോബറിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വളരെ വേഗം അവരുടെ കൂടെ യാത്രയായി, ഒരു തയ്യാറെടുപ്പും കൂടാതെ. കാരണം അവരെല്ലാവരും 1 വർഷത്തോളമായിട്ട് ഈ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരിക്കുന്നവരായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പ്രിപ്പറേഷനും കൂടാതെ ഒരു ധ്യാനത്തിൽ കിട്ടിയ ഒരു അനുഗ്രഹവും കുറേ വിശ്വാസവരങ്ങളുമായിട്ട് ഞാൻ അവരുടെ കൂടെ യാത്രയായി. അങ്ങനെ വിശുദ്ധ നാട്ടിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായ ഓരോ യാത്രയിലും ഈശോയുടെയും മാതാവിൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. വിശുദ്ധ നാട് സന്ദർശിച്ച കൂട്ടത്തിൽ ഈശോ കുരിശും വഹിച്ച് നടന്നു പോയ വഴികളിലൂടെ നടക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടായി. അന്ന് അവിടെ ചെല്ലുമ്പോൾ
ആ വഴികളിലൂടെ നടക്കുമ്പോൾ മറ്റുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ളവരും അവിടെ ഒരു വിസിറ്റർ എന്നുള്ള രീതിയിൽ വന്ന് നടന്നു പോകുമ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഞങ്ങളുടെ കൂടെ വന്ന അച്ഛനും കുരിശിൻ്റെ വഴി ആ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഓരോ സ്റ്റേഷനിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് ആ നടന്നു പോകുന്ന പാതയിൽ എൻ്റെ ഈശോ കുരിശും വഹിച്ച് നടന്നു പോയപ്പോൾ അനുഭവിച്ച വേദന, ആ വേദന എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട ഒരു അനുഭവമായിരുന്നു ഈശോ എനിക്കുള്ളിൽ തന്നത്. അതുപോലെ തന്നെ ഈശോ അനുഭവിച്ച എല്ലാ വേദനകളും മാതാവ് എത്രമാത്രം വേദനയോടെ കണ്ടു നിന്നോ, അത് കണ്ടു നിന്നപ്പോൾ മാതാവിന് അനുഭവിച്ച ആ വേദന, അതും എൻ്റെ ഹൃദയത്തിൽ ഈശോയും മാതാവും നിറച്ചു തന്നു. ആ വേദന അറിഞ്ഞ എൻ്റെ കണ്ണ് അന്ന് ആ കുരിശിൻ്റെ വഴിയുടെ മണ്ണിൽ ചവിട്ടിയ നേരത്ത് തുടങ്ങി ഒഴുകാൻ തുടങ്ങിയതാണ്. കണ്ണുനീര് നിറഞ്ഞൊഴുകി. അന്ന് ഈശോയെ കുരിശി തറച്ച ആ യാത്ര വരെ, ഹോളി സെപ്പൾക്കിൾ എത്തുന്നത് വരെ, അതുവരെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണുകൊണ്ടിരുന്നു. എൻ്റെ വേദന എനിക്കും എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും മാത്രമേ അന്ന് മനസ്സിലാവുകയുണ്ടായിരുന്നുള്ളൂ. ആ വേദന കണ്ട ഞാൻ അന്ന് മനസ്സിലാക്കിയത് എൻ്റെ ഈശോ അനുഭവിച്ച വേദനയുടെ ഒരംശം പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യമായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, ഞാൻ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും എൻ്റെ ഈശോ ഇന്ന് എന്നെ ഒരു സാക്ഷിയാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്നേക്ക് യോഗ്യത നൽകിയത് എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് അനുവദിച്ച സഹനങ്ങളാണ്. നമ്മുടെ ഓരോ വേദനകളിലും നിരാശരാവാതെ പ്രത്യാശയോടു കൂടി നമ്മുടെ യാതനകളെല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നമുക്ക് ലഭിക്കുവാനും ആ ദാനങ്ങൾ വഴി മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും നമുക്ക് സാധിക്കും. അതിനായി നമ്മൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നിന്നോട് കാരുണ്യം കാണിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിമാനായ ദൈവമാണ്. ഏശയ്യ 30-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നീതിമാനായ ദൈവം ഷാനറ്റിൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഒരു നഴ്സായ ഷാനറ്റിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ തന്നെ നഴ്സുമാരായ നമ്മെയും കർത്താവിൻ്റെ കരങ്ങളാകുവാനായി അവിടുന്ന് ക്ഷണിക്കുന്നുണ്ട്. എന്തെന്നാൽ പ്രാർത്ഥനയോടെ നാം തൊടുന്ന ഓരോ രോഗിയിലേക്കും ആത്മീയവും ശാരീരികവുമായ സൗഖ്യമൊഴുക്കുവാനായി കർത്താവിന് സാധിക്കും. റാസൽ ഖൈമ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള സ്നേഹ ചേച്ചിയിലൂടെ അത്തരത്തിലുള്ള ഒരു ജീവിത സാക്ഷ്യം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്നേഹ ഡാനിയൽ, സ്വദേശം പാലക്കാട്. ഞാനിവിടെ റാസൽ ഖൈമയിൽ ഹോസ്പിറ്റലിൽ NIC യൂണിറ്റിൽ സീനിയർ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ടേം ബേബീസ്, സിക്ക് ബേബീസ്, പ്രീ ടേം ബേബീസൊക്കെയാണ്. അസൈൻ ചെയ്ത് കിട്ടുന്ന എല്ലാ പേഷ്യൻസിനെയും കുട്ടികളെയും കുഞ്ഞീശോ കുഞ്ഞു മറിയുമെന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ പാരൻസിനെയും തലമുറകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പതിവാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അതിനൊരു അനുഗ്രഹമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞങ്ങളുടെ വാർഡിൽ ഒരു ബേബിക്ക് അനുഭവപ്പെട്ട സൗഖ്യമാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രീ ടേം ബേബി, ഒരു 7.5 മാസമുള്ള പ്രീ ടേം ബേബി, 1500 ഗ്രാം തൂക്കമുള്ളൊരു ബേബിക്ക് വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ ഉള്ളൊരു ബേബി ആയിരുന്നു. ആ ബേബിക്ക് ഹാർട്ടിൻ്റെ ഡിഫക്റ്റും കൂടി ഉണ്ടായിരുന്നു. PDA എന്ന് പറയും. അതായത് PDA ഹാർട്ടിലൊരു ഹോള്. നോർമൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.5 mm ആണ്. ഈ കൊച്ചിനുള്ളത് മോർ ദാൻ 3 mm ആയിരുന്നു. അത് കുറച്ചൊരു ക്രിട്ടിക്കൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ടിഷ്യൂ പെർഫ്യൂഷനൊക്കെ ബാഡാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞങ്ങളുടെ ഡോക്ടേഴ്സും പ്ലാൻ ചെയ്തിരുന്നത് ബേബി ഒന്ന് സ്റ്റെബിലൈസ് ആയതിന് ശേഷം വേറൊരു ഫെസിലിറ്റിക്ക് സർജിക്കൽ കറക്ഷന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാനിരുന്നതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബേബിയുടെ കണ്ടീഷൻ ഒന്ന് ഭേദമായപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും ഓപ്പറേഷൻ കറക്ഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ ബേബീനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണമെന്നുള്ളത്. ബേബീനെ ട്രാൻസ്ഫർ ചെയ്ത ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ ചെല്ലുവാണ്. അപ്പോൾ എനിക്ക് ഇതേ ബേബീനെ അസൈൻമെൻറ്റ് ഇട്ട് തന്നപ്പോൾ ഞാൻ അന്വേഷിക്കുകയുണ്ടായി, ഈ ബേബീനെ നമ്മൾ രാവിലെ ട്രാൻസ്ഫർ ചെയ്തല്ലേ, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു കൊച്ചിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവിടെ ചെന്നപ്പോഴാണ് പാരൻസിന് ചികിത്സയുടെയും ഓപ്പറേഷൻ്റെ ചിലവെല്ലാം വഹിക്കാനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം അവർ തിരിച്ചു വിട്ടിരിക്കുകയാണ്. പാരൻസിന് ഭയങ്കര കരച്ചിലാണ് ആ ചേച്ചിയെന്ന് പറഞ്ഞു. കാരണം ഈ ബേബീനെ 3.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടില്ല പ്രഷ്യസ് ബേബിയും കൂടെയാണ്. അപ്പോൾ ഈ പാരൻസിനെ NICയിൽ നമുക്ക് നിർത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടും അവർ വളരെ സങ്കടപ്പെട്ടാൽ പോയെന്നെല്ലാം പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല,
മെഡിക്കലി ഈ ഓപ്പറേഷൻ അല്ലാതെ എന്നായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയണ്ടേ, ലൂക്ക 1:37, എൻ്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്ന്. അങ്ങനെ കൊച്ചിനെ സാധാരണ ബേബീസിന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് പോലെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ തലമുറകളെയും മാതാപിതാക്കളെയും സമർപ്പിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കെയറെല്ലാം കഴിഞ്ഞ ശേഷം ഞാനൊന്ന് ശാന്തമായി കൊച്ചിൻ്റെ നേരെ തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം മനസ്സിൽ പ്രാർത്ഥനകളും കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും, കാരണം കുഞ്ഞിൻ്റെ ഈ പ്രഷ്യസ് ബേബിയാണെന്ന് കണ്ടപ്പോഴുണ്ടായിരുന്ന വിഷമം, 3.5 വർഷത്തോളം കാത്തിരിപ്പിന് ശേഷം കുഞ്ഞിനെ പാരൻസ് നോക്കാൻ പറ്റാത്ത ആ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് കുറേ മാനസികമായിട്ടും ഒന്നും കൂടെ ഒരു വിഷമത്തോടുകൂടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. റുട്ടീൻ കെയർ എല്ലാം കഴിഞ്ഞ് ബേബിയുടെ നേരെ തന്നെ വൈറ്റൽ സൈൻസ് എല്ലാം, അതായത് ഓക്സിജൻ ലെവലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ജപമാലയിലൂടെ അത്ഭുതമായിട്ട് സൗഖ്യം അനുഗ്രഹം ലഭിച്ച ഒരു വൈദികൻ്റെ ടെസ്റ്റിമണി 2-3 ദിവസം മുമ്പ് കേൾക്കാനിടയായത്. കർത്താവ് എനിക്കത് മനസ്സിൽ കൊണ്ടു തന്നു. എന്നോട് ഈശോ അങ്ങനെ പറയുണ്ടായി, ആ കുഞ്ഞിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിച്ചുകൂടെ എന്ന്. അപ്പം ഞാൻ ആ സമയം തന്നെ വല്ലാത്തൊരു ദൈവിക അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. മാനസികമായിട്ടും ആത്മാവിലും ചുറ്റുപാടെല്ലാം ഭയങ്കര ദൈവിക അനുഭവമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെ നല്ലവണ്ണക്ക് നോക്കി തലോടിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനിരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അതുപോലെ എൻ്റെ മനസ്സുരുകി പ്രാർത്ഥിക്കാനുള്ള പ്രിപ്പറേഷനിൽ പോലും തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തുടങ്ങാൻ ആരംഭിച്ചു. നമുക്കറിയാം, നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ജപം നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാലാഖ വൃന്ദങ്ങളും സ്വർഗീയ ഗണങ്ങളും കൂടെ അവിടെ സന്നിഹിതമാണെന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും എനിക്കുണ്ട്. നമ്മൾക്കറിയാം, പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 19:27 ഈശോ മാതാവിനെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ച ആ നിമിഷം മുതൽ ഇന്നുവരെയും സകല മർത്യരുടെയും സകല തലമുറകളുടെയും സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി ലോകങ്ങളുടെയും മാതാവായി, ലോകമാതാവാണ് നമ്മുടെ മാതാവ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ മാതാവ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെയും കൂടെ അമ്മയാണല്ലോ. അപ്പോൾ ഞാൻ വല്ലാത്തൊരു അനുഭവത്തോടു കൂടി ഞാൻ എഴുന്നേറ്റ് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലം അനുഗ്രഹീതമാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈ ജപം ഈ ധ്യാനാത്മകമായി തന്നെ നമുക്കറിയാമല്ലോ, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് കർത്താവിൻ്റെ ദൂത് അരുളി ചെയ്തപ്പോൾ ആ രഹസ്യം, ജപമാലയിലുള്ള ആ രഹസ്യം നമ്മൾ ചെല്ലുമ്പോൾ ജീവനുണ്ടാകുന്ന ഒരു അനുഭവമായിരുന്നു. ഈ കുഞ്ഞിനും അതുപോലെ ധ്യാനത്തോടു കൂടി 3 പ്രാവശ്യമാണ് ഈ ജപം ഞാൻ ചൊല്ലിയിരുന്നത്. അതിനുശേഷം എനിക്ക് തന്നെ അറിയാൻ പാടില്ല, ഞാൻ കർത്താവിനോട് പറയണ്ടേ, കർത്താവ് ഇനിയെല്ലാം അങ്ങയുടെ കയ്യിലാണ്, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. ഈ ജപം കുറേ സമയമെടുത്ത് ചെല്ലാൻ കാരണം എനിക്ക് പോലും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ദൈവത്തിൻ്റെ അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ചുറ്റിലുണ്ടായിരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഓക്സിജൻ ലെവൽ കുറേശ്ശെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും, മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ സാധാരണ റുട്ടീനെല്ലാം കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ പോയി. ഒരാഴ്ച അവധിയായിരുന്നു. അവധിയിലായിരിക്കുമ്പോഴും ഈ ബേബിയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ വാർഡിൽ ഏതെല്ലാം ബേബീസ് ആരെല്ലാം സിക്കാണെന്ന് കേട്ടാലും, ബേബീസ് നോക്കുന്ന ബേബീസ് സിക്കാണ്ട് ക്രിട്ടിക്കലാണെന്ന് കണ്ടാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, ഏട്ടാ ഇന്ന് നമുക്കൊരു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വീട്ടുകാരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. ലീവ് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, ആ ബേബി എവിടെ പോയി? ആ ബേബീനെ ഞാൻ തിരയുമായിരുന്നു. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്ന കുട്ടിയല്ലേ, ആ ബേബിക്കിടെ ഓക്സിജൻ ലെവലൊക്കെ ഇമ്പ്രൂവ് ആകാനും ബേബിയുടെ കളറെല്ലാം നന്നായി, അതുപോലെ ഫീഡൊക്കെ ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി, കുഞ്ഞിന് കൊടുക്കുന്ന പാലെല്ലാം ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഡോക്ടേഴ്സ് കുഞ്ഞിനെ എക്കോ ചെയ്യുകയും അതിൽ നിന്നും കുഞ്ഞിൻ്റെ ഹാർട്ടിലുള്ള ഹോളിൻ്റെ സൈസ് ഒരുപാട് അത്ഭുതകരമായിട്ട് കുറഞ്ഞിരുന്നു. മോർ ദാൻ 3 mm എന്നുള്ളത് ലെസ് ദാൻ 3 mm ആയി കുറയുകയും കുഞ്ഞിൻ്റെ ഹാർട്ടിൽ അസുഖം കാരണം വന്നിരുന്ന ഒരു എക്സ്ട്രാ സൗണ്ട്, ഹാർട്ട് മർമർ കുറഞ്ഞിരിക്കുന്നതായും കണ്ടു. അവർക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല.
അവർ അത്ഭുതത്തോടു കൂടി തന്നെ അടുത്തൊരു കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് കാർഡിയോളജിസ്റ്റും ഞങ്ങളുടെ ഡോക്ടേഴ്സും കൂടെ എക്കോ ടെസ്റ്റ് ചെയ്യുകയും അതിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സ് തന്നെയാണ് കാർഡിയോളജിസ്റ്റിനും പറയാനുണ്ടായിരുന്നത്. കാർഡിയോളജിസ്റ്റ് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഈ കുഞ്ഞിന് ഉടനടി ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഈ ബേബിക്ക് ഓപ്പൺ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ഫോളോ അപ്പിന് വന്നാൽ മതി എന്നുള്ള നിഗമനത്തിലെത്തി. പിന്നീട് ബേബിക്ക് ഫീഡ് സ്റ്റാർട്ട് ചെയ്യാനും ക്രേഡിൽ കെയർ പിന്നെ ബോട്ടിൽ ഫീഡെല്ലാം ട്രെയിൻ ചെയ്ത് ഇന്നലെയാണ് ബേബി പാരൻസിൻ്റെ ഒപ്പം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയത്. പാരൻസിനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് കൊളീഗ്സ് പറയുകയുണ്ടായി. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ ഈശോയുടെ പ്രത്യേക കരുതലിലും സ്നേഹത്തിലും ആശ്രയിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത നാൾ മുതൽ ഈ നഴ്സിംഗ് പ്രൊഫഷൻ ഒരു ദൈവിക ശുശ്രൂഷയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടായി. നഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ ആ വിശ്വാസം ഒന്നും കൂടെ ബലപ്പെട്ടു. വിശുദ്ധ മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സുവിശേഷം നഴ്സുമാരായ നമ്മൾക്ക് ലോകമെങ്ങും പോയി അറിയിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കരങ്ങൾ വഴി പകർന്നു കൊടുക്കുവാനും അങ്ങനെ രക്ഷകൻ്റെ കരങ്ങളായി മാറുവാനും നമ്മൾക്ക് സാധിക്കട്ടെ. ഈ ബോധ്യത്തിൽ ജീവിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ഈ നേഴ്സിലൂടെ നൽകിയ വലിയ അനുഗ്രഹത്തിനായി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഗബ്രിയേൽ ദൂതൻ്റെ ദൈവ സന്ദേശത്തിന് മറുപടി നൽകിയ പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ മുൻപിലെത്തുന്ന ഓരോ രോഗിയും ഈശോയുടെ പ്രതിരൂപമാണെന്ന് മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെ അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.